നമസ്കാരം, നന്ദകുമാറാണ്. അലിൻ ജോസ് പെരേരനെ ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു. ചെറുക്കൻ്റെ കുറേ വീഡിയോസ് വരുന്നുണ്ടല്ലോ, എടുക്കണില്ലല്ലോ. അവൻ ഈ നമ്പർ അറിയത്തില്ല. അലിൻ ജോസ് പെരേര എന്താണ് ഇപ്പം സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കണേണല്ലോ. നീ അവളെ പീഡിപ്പിച്ച? എടാ ഇതേ ഞാനൊരു കാര്യത്തിനോട് പറയട്ടെ, ഇത് ആൾക്കാർ ഇതിനെ ചുമ്മാ ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കണതാണ് കേട്ടോ. നീ പറയുന്ന എല്ലാ ഇൻ്റർവ്യൂവിലും പോയിട്ട് നിന്റെ ന്യായീകരണങ്ങൾ നിരത്തേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം അവളെ ഈ ഒന്നാമത്തെ കാര്യം ഇപ്പം സെക്സ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ, സെക്സ് ചെയ്താൽ തന്നെ അത് തെറ്റൊന്നുമില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, എടാ അവള് അങ്ങനെ പറയാ, ഞാൻ ചോദിക്കണേ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തുടങ്ങണ എപ്പോഴാണ്? നീ വേറെ പെണ്ണുങ്ങളായിട്ട് ഇന്ററാക്ഷൻ വീഡിയോ ഇട്ടപ്പോഴാ? ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ഞാൻ നിന്റെ കുറെ വീഡിയോസ് ഇങ്ങനെ ഇടക്കിടക്ക് കാണുന്നത് കൊണ്ടിട്ടും നിന്നോട് ചെറിയ ഇഷ്ടമൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. നീ ആദ്യമായിട്ടൊരു പെണ്ണുമായിട്ടൊരു വീഡിയോ പുറത്തു വരുന്നത് ആ പെങ്കൊച്ചിൻ്റെ കൂട്ടത്തിലല്ലേ? അല്ലേ? അതായത് അലിൻ ജോസ് പെരേര എന്ന് പറയുന്ന ഒരാളുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് ഒരു പെണ്ണ് ഒപ്പം നിന്നൊരു വീഡിയോ വരുന്ന അവളുമായിട്ടല്ലേ? അല്ല, അതിനു മുമ്പ് ഏതെങ്കിലും പെണ്ണുമായിട്ടുണ്ടോ? അങ്ങനെയല്ല, നടിയായിട്ട് വരുന്നതിൻ്റെ അല്ലേ ഞാൻ ചോദിച്ചത്. അതായത് ഒരു ഇൻറ്റിമസി, അതായത് നിന്റെ കൂടെ ഒരു വെച്ച് കഴിഞ്ഞാൽ ഒരു നിന്റെ കൂടെ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നിന്റെ കൂടെ ഇൻറ്റിമസി ആയിട്ടോ ഒക്കെ നിൽക്കാനൊക്കെ ആയിട്ട് വന്നത്, ആദ്യമായിട്ട് വന്നത് ഈ പെങ്കൊച്ചല്ലേ? അത് കഴിഞ്ഞിട്ട് നിന്നെ ട്രാപ്പ് ചെയ്തത് ആരാണെന്ന് നിനക്കറിയാവോ? അല്ല 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 അതായത് നിന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരല്ലേ നിന്നോട് അങ്ങനെ ചെയ്യുമെന്ന്, അങ്ങനെയൊന്ന് ചെയ്യ്, നീ ഒന്ന് ഉമ്മ കൊടുക്കുക, നീ ഒന്ന് കെട്ടിപ്പിടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണത് ആരാ? അപ്പൊ ആരാണ് ഇതിന്റെ ഇനിഷ്യേറ്റ് എടുത്തത്? അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ് നിന്നോട് എടാ ഉമ്മ വയ്ക്ക്, കെട്ടിപ്പിടിക്കുക, അത് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ അവളാണേലും നീ ആണേലും ഈ പറയുന്ന പോലെ ഒരു ഫേമസ് ആകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും സിനിമയിൽ ഒരു ഉയർച്ച കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൃത്യമായിട്ട് അഭിനയം കൃത്യമായിട്ട് അറിയത്തൂല. എവിടെ എന്തെങ്കിലും ഒരു ആക്ടിങ് ഗ്രൂമിങ് ഒക്കെ എടുത്താലാണ് നിങ്ങൾക്ക് പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പം അതെ, അല്ല പൂർണ്ണമായിട്ടും അതൊരു കൂറ സെറ്റപ്പ് അല്ല. നമുക്ക് വേണമെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്നത് ഇപ്പം നീയും നിൻ്റെ അച്ഛനും തമ്മിൽ കാണിക്കുന്നതൊക്കെ ആണേലും ആൾക്കാർക്ക് ചിരി ഉണർത്തുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പം കഴിഞ്ഞ ദിവസം സന്തോഷ് പണ്ഡിറ്റ് വന്നിട്ട് സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു, മേജർ രവിനെ എടുത്ത് ഒട്ടിക്കണത്. ഇപ്പം മേജർ രവി ചെയ്ത പടങ്ങൾ പൊട്ടിയിട്ടില്ലേ, ജോഷി ചെയ്ത പടങ്ങൾ പൊട്ടിയിട്ടില്ലേ? എന്തിനാണ് ലോകപ്രശസ്തനായിട്ടുള്ള വലിയ ഡയറക്ടർ ചെയ്തത് വരെ പൊട്ടിയിട്ടുണ്ട്. അപ്പം അതൊന്നും പ്രശ്നമില്ല, ആൾക്കാർ എൻ്റർടൈൻമെൻ്റ് ആയാൽ മതി, ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് തുടക്കം എന്ന് പറയുന്നത് ഈ ചാനലുകാരാണ് നിങ്ങളെ രണ്ടുപേരും യൂസ് ചെയ്തത്. നിന്റെ ഒരു വീഡിയോ ഇടുമ്പോൾ ചാനലുകാർക്ക് എത്ര രൂപ കിട്ടുന്നുണ്ടെന്ന് നിനക്കറിയാമോ? നിന്റെ വീഡിയോസ് ഞാനും നീയും തമ്മിലിട്ട വീഡിയോ ഇല്ലേ, നിന്നെ പാട്ട് പഠിപ്പിക്കണം, അതിൻ്റെ അകത്ത് എനിക്ക് ഏകദേശം ഒരു $5 അടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ $5 എന്ന് പറയുമ്പോഴത്തേക്കിന് എത്രയായി? ഒരു 100-500 രൂപയായില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ചാനലുകാർക്ക് ഓരോരുത്തർക്കും എത്ര രൂപ വെച്ച് കിട്ടിയിട്ടുണ്ടാവും? അപ്പം നിങ്ങളെ വളർത്തുന്നത് വഴി വളരുന്നത് ചാനലുകാരാണ്. അപ്പോൾ അവരാണ് ഈ ഇൻസിഡൻറ്റുകളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം ആ പെങ്കൊച്ചിനെ നീ ഇപ്പം അവക്കറിയാം, ഇപ്പം നീ പറയുന്നുണ്ട് നീ ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നീ അവളെ പീഡിപ്പിച്ചിട്ടില്ല, നീ അവളെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് നീ ആവർത്തിച്ച് പറയുന്നുണ്ട്. നമ്മളാരും ഇത് കണ്ടിട്ടില്ല, CC ക്യാമറയിലൊന്നും ഇതില്ല.
നീ ചെയ്തിട്ടില്ല എന്നുള്ളത് അവൾക്കറിയാലോ. അല്ല അതെല്ലാം വിട്, അതൊക്കെ വിട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്നത്, നീ അവളെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് അവക്കറിയാലോ. നിങ്ങളിൽ രണ്ട് അതൊന്നും ഇവിടെയുള്ള ഒരു വിഷയമേ അല്ല. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം, നിങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു വഴിവിട്ട പരിപാടി ചെയ്തിട്ട് ഇല്ല എന്നുള്ളത് അവൾക്കും അറിയാം, നിനക്കും അറിയാം. ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. ഇത് കണ്ടിട്ടില്ലാത്ത ആൾക്കാരെന്ന് പറയുന്നത് നാട്ടുകാരാണ്, അല്ലേ? ഇനി നീ അതെ, പിന്നെ നീ ഇപ്പൊ ഫേമസ് ആയതും നിന്നെ 10 പേര് അറിഞ്ഞതും ഒന്നും നിന്റെ കഴിവുകൾ കണ്ടിട്ടൊന്നുമല്ല. മണ്ടത്തരമൊന്നും പറയാൻ പറ്റത്തില്ല. അതെങ്ങനെ മണ്ടത്തരാവും? നീ ബുദ്ധിപരമായി ചെയ്യുന്ന കാര്യങ്ങളല്ലേ. നിനക്ക് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് നീ ബുദ്ധിപരമായിട്ട് കാണിക്കുന്ന കോമാളിത്തരങ്ങളാണതല്ല. പിന്നെ നീ എന്ന് പറയുന്ന വ്യക്തിക്ക് അത്രയൊക്കെ ചിന്തിക്കാനുള്ള ശേഷിയുള്ളൂ. ഞാൻ നിന്നെ നേരിട്ടിരുന്ന് സംസാരിച്ചപ്പോൾ നീ ഇത് ഫുൾ ആക്ടിങ് ആണോ എന്ന് അറിയാനായിട്ടാണ് ഞാൻ നിന്നെ അന്ന് വിളിച്ചതും നമ്മൾ നേരിട്ടിരുന്ന് സംസാരിക്കുമ്പോഴും നീ സെയിം ആക്ടിവിറ്റീസ് തന്നെയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊന്നും ഒരു തെറ്റൊന്നുമല്ല. ഒരാൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ജീവിക്കുക, അതൊന്നും തെറ്റൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളെ മിസ്യൂസ് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് ചാനലുകാരാണ്. നിലവിൽ ഇതേവരെ നിന്നെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടോ? പിന്നെ നീ എന്തിനാണ് ആരിഫിനെ എടുക്കെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ പ്രധാനമന്ത്രി എടുക്കെ പറഞ്ഞിട്ടുണ്ട്, പട്ടാളക്കാരെടുക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയേണ്ട ആവശ്യം? നീ ലീവ് ചെയ്ത് കളയടാ, അത് ലീവ് ചെയ്ത് കളാ. എന്തിനാണ് അതിനൊക്കെ ഇത് ഞാൻ പറഞ്ഞത് നിനക്ക്. ഇപ്പൊ ഷാറൂഖ് ഖാനെ കെട്ടണമെന്നും ഷാറൂഖ് ഖാന്റെ കൂടെ ഇരിക്കണമെന്നും ഒക്കെ ആഗ്രഹമില്ലാത്ത പിള്ളേരുടെ എണ്ണം കുറവല്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു അലിഞ്ച്. അതെ, ഇനിയിപ്പോൾ ഈ സാധനത്തിന് അവർ പോലീസ് കേസ് ആക്കുവോ അല്ലെന്നുണ്ടെങ്കിൽ അവൾ കൊണ്ടുപോയി പരാതി കൊടുക്കുകയോ ചെയ്യുകയെന്നുണ്ടെങ്കിൽ എടാ പോലീസ് അന്വേഷിച്ചോളും. അവള് നിന്നോട് പറഞ്ഞതിന്റെ വോയിസ് ഉണ്ടോ? നിന്നോട് അവളെന്താ പറഞ്ഞേക്കണം? നിന്നെ ഇവിടെ വിളിച്ചിട്ട് എന്താ പറഞ്ഞേക്കണം? അവളെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും, രജിസ്റ്റർ മാരേജ് ചെയ്യണം, 10 ലക്ഷം രൂപ സ്ത്രീധനം തരാം, കാറ് മേടിച്ചോ, ബാക്കി ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാങ്കിൽ ഇട്ടോ. അപ്പൊ അവക്ക് നിന്നോട് ഇഷ്ടമുണ്ടെന്നാണോ പറയുന്നത്? ഇഷ്ടമുണ്ട്. നിനക്ക് അവളോട് നീ കെട്ടുന്ന പെണ്ണിന് സൗന്ദര്യം വേണമെന്നും അവള് റിച്ച് ആയിരിക്കണമെന്നൊക്കെ നീ 10-50 വീഡിയോക്കകത്തെങ്ങാനും പറഞ്ഞിട്ടുണ്ട്. അല്ല എടാ, ഇതിപ്പോഴും ഞാൻ പറയണുണ്ട് മോനെ. ഇപ്പോൾ ഏതെങ്കിലും ചാനലുകാർ കൊണ്ടുപോയിട്ട് അവൾക്ക് ഒരു 50,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ ഇങ്ങനെ പറയുന്ന ധൈര്യമുള്ള പെണ്ണാണ്, അവളത് പറയും. പിന്നെ ഇത് അവളുടെ ഒരു വീഡിയോയും നിന്റെ 1000 വീഡിയോയോ തന്നെ. ഇനി ഈ വീഡിയോ ഇതാര് നീ എന്ത് പൊട്ടത്തില് ആര് നിന്നെ സപ്പോർട്ട് ചെയ്യണുണ്ടെന്ന് നീ പറഞ്ഞു? എന്ത് പ്രതി? എടാ അവർക്ക് അവരുടെ അന്നദാതാവാണ് നീ. അലിൻ ജോസ് പെരേരയുടെ കോമാളിത്തരങ്ങൾ കാണാനായിട്ട് ജനകോടികൾ അല്ലെങ്കിൽ ജനലക്ഷങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവർ വരുന്നത്. അത് നീ വീട്ടിൽ കുത്തിയിരുന്ന സമയത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആ വീട്ടിലേക്ക് തേടി വരുന്ന എന്നാത്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വീടും കൂടെ എടുത്ത് കാണിക്കാനാണ്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നീ ഇന്റർവ്യൂ കൊടുക്കലങ്ങ് നിർത്തിക്കളാ. പറ്റൂല ചേട്ടാ, ഇനി ഇതിനെക്കുറിച്ച് പറയാൻ എനിക്ക് പറ്റൂല എന്നങ്ങ് പറഞ്ഞാൽ പകുതി വിഷയം തീരും. പിന്നെ ഇത്രയും ദിവസം ആര് എടാ അവര് കരിവാരി തേക്കുവോ അവര് മറ്റേ മെഷീൻ മറ്റേ പുകവാരി തേക്കുകയോ ചെയ്താലും എൻ്റെ പൊന്നലിനെ ഇത്രയും പബ്ലിക്കായിട്ട് ഇത്രയും വലിയ കോമാളിത്തരം എടാ എടാ ഞാൻ നിന്നോട് പറയട്ടെ, അവരെന്ത് വേണേലും കാണിക്കട്ടെ.
അവര് നിന്നെ വെച്ചിട്ട് മോർഫ് ചെയ്ത് വീഡിയോ ഇറക്കട്ടെ. ഇതിലൊന്നും നീ പേടിക്കണ്ട. നീ ഞാൻ പറയുന്നേക്ക്, ഇത്രയും പബ്ലിക് പ്ലേസിൽ വന്ന് ഇത്രയും കോമാളിത്തരം കാണിക്കാൻ ധൈര്യം കാണിച്ച നീ ഈ പറയുന്ന വാണങ്ങൾ പറയുന്നത് കേട്ടിട്ടാണോ പേടിക്കുന്നത്? എടാ എടാ പോലീസ് വിളിക്കട്ടെ, നിന്നെ പോലീസ് വിളിക്കട്ടെ. പോലീസ് വിളിച്ചിട്ട് നീ ഇന്ന പോലെ ചെയ്യാ. പോലീസുകാരനെ പൊട്ടന്മാരാണോ? പിന്നെ നീ ഇതാരെ പേടിക്കുന്നത്? നമ്മൾ ഇപ്പം ഈ രാജ്യത്ത് താമസിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സുരക്ഷയുണ്ട്. നിന്നെ പോലെ ഒരുത്തനെ കൊണ്ടുപോയി അകത്ത് കൊണ്ടുപോയി ഇട്ടിട്ട് അവർ ഇടിക്കുകയോ പിടിക്കുകയോ അവർ ഇത്രയും നാളായിട്ട് അതിനെതിരെ എന്തെങ്കിലും ചെയ്തോ? ഞാൻ പറയാന്നുണ്ടെങ്കിൽ നീ കൊണ്ടുപോയി ഒരു കേസ് കൊടുക്കും. അല്ല അലിനെ, ഞാൻ പറയുന്നത് നീ കൊണ്ടുപോയിട്ടൊരു പരാതി കൊടുക്കും. നിന്നെ പബ്ലിക് പ്ലേസിലിട്ട് ഇതേപോലെ തന്നെ നാട്ടി നീ തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ളതിന് കുറപ്പല്ലേ? അപ്പം നീ കൊണ്ടുപോയിട്ട് നിന്റെ ഏതാണോ നിന്റെ ലോക്കൽ പോലീസ് സ്റ്റേഷൻ ഏതാണോ ആ പോലീസ് സ്റ്റേഷനിൽ ചെന്നേച്ചും പറയാ, സാറേ ഇന്ന പോലെ എന്നെ മാനസികമായി പീഡിപ്പിക്കാൻ കുറേ പേർ ശ്രമിക്കുന്നുണ്ട്, ഇന്ന പോലെ എനിക്കെതിരെ ഒരു അലിഗേഷൻ വന്നിട്ടുണ്ട്, എനിക്കിപ്പോൾ സമാധാനം കിട്ടുന്നില്ല, എൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് സമാധാനം കിട്ടുന്നില്ല, എനിക്കിതിനൊരു സംരക്ഷണം വേണം, എനിക്കെതിരെ ഉള്ള ഈ ആരോപണങ്ങളും ഈ ചാനലുകാരുടെ പുറകെയുള്ള വരവ് ഒക്കെ ഒന്ന് നിർത്തണം, എനിക്കിത് പറ്റൂല സാറേ എന്ന് പറഞ്ഞിട്ട് നീ പോയിട്ട് കൃത്യമായിട്ടൊരു വെള്ള പേപ്പറിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടൊരു പരാതി കൊടുക്കുക. അവർ നിന്നെ സപ്പോർട്ട് ചെയ്യും. അല്ലാതെ നീ വാണങ്ങളുടെ ഒന്നും പുറകെ നടക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ഇനിയും ഞാൻ പറയുന്നത് നീ ഇത് വിട്ടിട്ട് വീണ്ടും അടുത്ത കോമാളിത്തരങ്ങളിലേക്ക് വാ. എത്രയോ കൂട്ടുകാരുണ്ടെന്നറിയാം, അവരുടെ ഓരോ സമയം അവരെ എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അളിയാ അവൻ്റെ പുതിയ ഐറ്റം വരാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ്, ചിരിക്കാനെന്നാ പറയണേ. മനസ്സിലായില്ലേ? ഇപ്പം നീ ഞാൻ പറയട്ടെ, ഈ ഷോർട്ട് ഫിലിമിനേക്കാൾ ഉപരി നീ അച്ഛനും കൂടി 50 കിലോമീറ്റർ ഓടിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ല? ആ സാധനമൊക്കെ എന്തോരം ആൾക്കാരാ കണ്ടേക്കണം. ഇനി ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നീ ഇവന്മാർക്ക് കാശുണ്ടാക്കി കൊടുക്കണ്ടെന്നേ. ആ കാശ് നിനക്ക് ഉണ്ടാക്കിയെടുക്കാൻ പാടില്ലേ? മനസ്സിലായോ? നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ നിന്റെ മീഡിയയിൽ കൂടി പറ. എന്നിട്ട് നിനക്ക് എന്തെങ്കിലും ഈ പറയുന്ന പോലെ മാധ്യമത്തിന്റെ മുന്നിൽ പേടിച്ചരഞ്ഞ് കരയാൻ വേണ്ടിയിട്ടൊന്നും പോരുത്. പിന്നെ നീ ഇരുന്ന് കരയണ കാണുമ്പോഴും അത് ഞാനോർത്ത് നീ കോമഡി കാണിക്കാന്നാ വിചാരിച്ചത്. എടാ ഞാനൊരു കാര്യം പറയാം അലിനെ, നമ്മൾ കരയാൻ നിന്ന നമ്മളെ കരയിപ്പിക്കാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും. നമ്മൾ നമ്മുടെ ചിരി നിർത്താൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും. നമ്മൾ ധൈര്യത്തോടു കൂടി എന്തെങ്കിലും പറയാൻ നിന്നാൽ നമ്മളെ അത് നിർത്താനായിട്ട് ഒരുപാട് ശത്രുക്കളുണ്ടാവും. ഇത്ര ആൾക്കാരെ സർവൈവ് ചെയ്ത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി നമ്മൾ വരുമാനം ഉണ്ടാക്കി നമ്മൾ സമ്പന്നനായാൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഫാൻസ് ആവും. ഇതൊരു ബേസിക് ലോയാണ്. അപ്പം നീ ചുമ്മാ ഇതും പറഞ്ഞ് പേടിച്ചാരൻ്റെ വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ ഈ ചാനലുകാരെ വിളിച്ച് അവന്മാർക്ക് വീണ്ടും 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 ഇമ്മാതിരി കളിക്കഥ പറഞ്ഞു കൊടുക്കുകയൊന്നും വേണ്ട കേട്ടാ. ഇനി ചാനലുകാർ വന്നിട്ട് ഈ കാര്യത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ചാനലുകാരോട് ചോദിക്കുക, അവളോട് പോയിട്ട് വീഡിയോ എടുക്കാൻ പറ, അവളോട് പറയാൻ പറ കൂടുതൽ കാര്യം. എൻ്റെ ആ കൊച്ചിൻ്റെ നമ്പറിലല്ലേ നീ അവൻ വിളിച്ചു ചോദിച്ചു. എടാ വരട്ട. എടാ സണ്ണി ലിയോൺ എന്ന് പറയുന്ന ആൾക്ക് നീ ഒരു സണ്ണി ലിയോൺ ഉയരെന്നാണ് ഇവിടുത്തെ പിള്ളേർ പറയണേ. സണ്ണി ലിയോൺ ഉയരെന്നല്ലേ ആൾക്കാർ പറയുന്നത്. അക്കച്ചി ഞങ്ങളുടെ ഉയരെന്നല്ലേ പറയുന്നത്. അപ്പോൾ പിന്നെ അവർ ഇത്രയും പബ്ലിക്കായിട്ട് ചെയ്തിട്ട് അവർക്ക് വല്ല പ്രശ്നമുണ്ടായത്? ഇവിടെ എത്രയോ പെൺപിള്ളേർ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആത്മഹത്യ ചെയ്ത് കളയുന്നു. സണ്ണി ലിയോൺ ആത്മഹത്യ ചെയ്തു. സണ്ണി ലിയോൺ ഇവിടെ അടിപൊളി വരവേൽപ്പല്ലേ നമ്മുടെ ഇന്ത്യക്കാർ കൊടുത്തേക്കണം. പിന്നെ നീ ഇത് എന്നാ കണ്ടിട്ടാണ് പേടിക്കുന്നത്? ലീവ് ഇറ്റ്. അതാണ് എൻ്റെ അഭിപ്രായം. നീ പറ്റുവാന്നുണ്ടെങ്കിൽ നാളെ ഇങ്ങോട്ട് ഇറങ്ങും കേട്ടാ. ഓക്കെ എന്നാൽ.